സെർവർ ഫയർവാളിലൂടെ അവർ അതിക്രമിച്ചു കയറുന്നു. നമ്മളിപ്പോ ആകെ പ്രശ്നത്തിലാണ്. എന്ത് വന്നാലും പിടിച്ചു നിൽക്കണം. ഫയർവാൾ തകർക്കപ്പെട്ടാൽ നമ്മുടെ കമ്പനി തകർന്നു പോകും. ഓ നോ, നമ്മുടെ ഐപികളെല്ലാം ലോക്കായി. ഇവിടെ ലോഗൌട്ടായി. ഇവിടെ ലോഗൌട്ടായി. ഇവിടെ അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യൂ, നമ്മുടെ കയ്യിലൊരു തുറപ്പ് ചീട്ടുണ്ട്. ലൂക്ക, ഇനി നിങ്ങളുടെ ഊഴമാണ്. Got it. ഇവരുടെയൊക്കെ IP ഞാൻ കൗണ്ടർ ട്രേസ് ചെയ്യുന്നുണ്ട്. 325 IPകളുണ്ട്. ഇവരൊക്കെ റിയൽ പ്രോസ് ആണ്. കൗണ്ടർ അറ്റാക്കിനെ കുറച്ച് ടൈം എടുക്കും. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. യു ഗൈസ് ഗോ അഹെഡ്. നിങ്ങൾ എല്ലാവരും വെക്കോളൂ. ശരി. Defense successful. Firewall rebooting. It's done. ലൂക്ക, നിങ്ങളൊരു സംഭവമാണ്. അവർ ഇത്രയും വലിയ ഹാക്കർമാരായിരുന്നിട്ടും ആ 325 പേരെ നിങ്ങൾ ഒറ്റയ്ക്ക് നേരിട്ടു. It's not a big deal. രാത്രിയിലാണെങ്കിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാനൊന്ന് കിടക്കാം. ഓക്കെ. മാനേജർ, എഞ്ചിനീയർ ലൂക്കയുടെ ഡീൽ എന്താണ്? ശരിക്കും എന്തായിരിക്കും അയാളുടെ അടുത്ത പ്ലാൻ? അയാൾ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ ചെയർമാൻ 3 തവണ ശ്രമിച്ചു. നമ്മുടെ കമ്പനിക്ക് വരാൻ സാധ്യതയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് മുൻകൂട്ടി മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചേക്കും. നമ്മുടെ സെർവറുകളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഇയാളെന്താ ഇങ്ങനെ? ഇതൊന്നും ഒന്നുമല്ല. ലോകത്തിലെ മികച്ച 2ാമത്തെ ഹാക്കർ എഞ്ചിനീയർ ലൂക്കയുടെ വെറും ഒരു എതിരാളി മാത്രമായിരുന്നു. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലൂക്കയാണ് 1ാം സ്ഥാനത്ത് നിന്നാണോ? ജോലി സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങളാരാ? ഇത് ചെയർമാൻ അലക്സിന്റെ മകളാണ്, മിസ് മായ. ചെയർമാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് മായ ഇന്നലെയാണ് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയത്. ഇന്നു മുതൽ നമ്മുടെ ആക്ടിംഗ് ചെയർമാൻ മിസ് മായ ആയിരിക്കും. MN ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറയാനല്ല. ജോലി ചെയ്യാതെ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? Enough. ഇനി നിങ്ങളുടെ സേവനം ഇവിടെ ആവശ്യമില്ല. ഇന്നു മുതൽ MN ഗ്രൂപ്പിന്റെ പ്രതിച്ഛായ ഞാൻ അടിമുടി മാറ്റാൻ പോവാണ്. ജോലിയിൽ കമ്മിറ്റ്മെന്റ് ഉള്ളവർ മാത്രം ഇരിക്കുന്ന കണ്ടില്ലേ? യൂസ്ലെസ് ആയ കുറെ എണ്ണങ്ങൾ. മാനേജർ, ഇന്നലെ രാത്രി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കമ്പനിയെ രക്ഷിച്ചത്. ഇപ്പോ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോയതിന് ഇവരെന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ എബ്രോഡിൽ നിന്ന് വന്ന ചെയർമാന്റെ മോൾ ഇതായിരിക്കണം. അതുകൊണ്ടായിരിക്കും നമ്മുടെ മുമ്പിൽ ഈ ഷോ ഓഫ്. കേട്ടിട്ടില്ലേ, പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന്? നമുക്ക് നോക്കാം. ഇത് നമുക്കൊന്ന് എഞ്ചിനീയർ ലൂക്കയെ അറിയിക്കണോ? അദ്ദേഹം ഇപ്പോൾ ഉറങ്ങുകയായിരിക്കും. ഇവര് ബഹളം ഉണ്ടാക്കൂ? സാധ്യതയില്ലാതില്ല. അയാളോട് ചെന്ന് കളിച്ചാൽ കളി മാറും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കനൽ കൊണ്ട് തല ചൊറിയുന്നത് പോലെ ആയിരിക്കും. നീ നടക്ക്. ഇവിടെയുള്ള ഓരോ വ്യക്തിയും ഈ കമ്പനിയെ സ്വന്തം വീട് പോലെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ പോലെ വെറുതെ ഇരിക്കാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഇനി നിങ്ങളുടെ ഒരു കളികളും ഇവിടെ നടക്കില്ല. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതൊക്കെ എന്താ ഈ വർക്കിംഗ് ടേബിളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ എങ്ങനെ ജോലിയിൽ ശ്രദ്ധിക്കുന്നത്? അല്ല, അതെനിക്ക് ഇതൊന്നും ഇവിടെ വേണ്ട. എന്താ ഇത്? ലിമിറ്റഡ് എഡിഷൻ പീസ് ആയിരുന്നു അത്. നിങ്ങൾക്കൊന്നും ഒരു കുറ്റബോധം ഇല്ലല്ലേ വെറുതെ ഇങ്ങനെ നിന്ന് കരയാനായിട്ട്? യു ആർ ഫയർഡ്. പിന്നൊരു കാര്യം, ഇവളോട് ചോദിച്ചേക്ക് ആ സാധനത്തിന്റെ വില എത്രയാണെന്ന്. ഐ വിൽ പേ യു ബാക്ക്. നമ്മുടെ MN ഗ്രൂപ്പിന് പണത്തിന് ദാരിദ്ര്യമൊന്നുമില്ല, മനസ്സിലായോ? Sure. ഇവിടെ ഹൈ ലൈഫ് ആണല്ലോ. ശരിക്കും കമ്പനിയെ വീട് പോലെ തന്നെയാണല്ലോ കണ്ടേക്കുന്നത്. ഇനി അങ്ങ് വീട്ടിലിരുന്നാ മതി. ആഹാ, ഇവിടെ ഉച്ചമയക്കത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ. ഒന്ന് എഴുന്നേറ്റാട്ടെ. നിങ്ങൾ ഇനി മുതൽ ഈ കമ്പനിയിൽ ഉണ്ടാവില്ല. യു ഗോട്ട് ഇറ്റ്? ദാറ്റ് മീൻസ് യു ആർ ഫയർഡ്. ഞാനോ? എന്നെ പുറത്താക്കിയെന്നോ? എന്താ നീ എന്താ കരുതിയേ? എനിക്ക് നിന്നെ പുറത്താക്കാൻ കഴിയില്ലെന്നാണോ? അങ്ങനെയൊന്നുമല്ല. ഇനഫ്. HR-ന് എന്ത് പണി ഇവിടെ ഉള്ളത്? സോറി മിസ് മായ, ഇദ്ദേഹത്തിന്റെ റെക്കോർഡ്സ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. ഇതുവരെ റെക്കോർഡ്സ് ഒന്നും ഇല്ലെന്നോ? ശരിക്കും നിങ്ങൾ ഈ കമ്പനിയിലുള്ള ആളാണോ? യാ. നിങ്ങളുടെ സാലറി എത്രയാണ്?
എറൗണ്ട് ഒരു 100K വരുമായിരിക്കും. മാസം തോറും 6 ശമ്പളം വാങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ നിങ്ങൾക്ക് നാണം ആവുന്നില്ലേ? MN ഗ്രൂപ്പ് എന്താ നിങ്ങൾക്ക് കുഞ്ഞു കളിക്കാനുള്ള സ്ഥാപനമാണോ? ഇതുപോലുള്ള അട്ടകളൊക്കെ ഈ സ്ഥാപനത്തിലുള്ളത് നിങ്ങൾ അറിയുന്നില്ലേ? മിസ് മായ, ഒരുപക്ഷെ ഇദ്ദേഹം റെക്കമെൻഡേഷനിൽ കയറിയതായിരിക്കും, അല്ലെങ്കിൽ റെക്കോർഡ്സ് ഇല്ലാതെ വരാൻ സാധ്യതയില്ല. എന്നാലും ഇങ്ങനെ കിടന്ന് ഉറങ്ങണമെങ്കിൽ ചീഫ് എഞ്ചിനീയറോ? ഇതെന്താ തമാശയാണോ? രാത്രി മുഴുവൻ വർക്കിലായിരുന്നു. ഇപ്പോഴാ ഞാനൊന്ന് ഉറങ്ങിയത്. അല്ല, എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? ഓവർനൈറ്റ് വർക്ക് ചെയ്തെന്നോ? അത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആയിരുന്നു. അതൊന്നും ജോലി സമയത്ത് കിടന്ന് ഉറങ്ങാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ജോലി വർക്ക് ടൈമിൽ ചെയ്തു തീർക്കാഞ്ഞത്? എന്താ എഞ്ചിനീയർ സർ പകൽ അത്രയ്ക്ക് ബിസി ആയിരുന്നോ? എന്താണോ ഇത്ര ചിരിക്കാൻ? ഗെറ്റ് ഔട്ട്! പെട്ടിയും കിടക്കെ എടുത്ത് MN ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിക്കോ. യു ആർ ഔട്ട് ഓഫ് ദിസ്. ഓക്കെ. മിസ്റ്റർ ലൂക്ക, നിങ്ങൾ പോയാൽ അവൻ പോകുന്നത് സഹിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ഇറങ്ങാം. ഡുവാൽ. ഇനി നീ അനുഭവിക്കോടാ. മിസ് മായ, അദ്ദേഹം ഒരു ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തെ ഇങ്ങനെ പെട്ടെന്ന് പിരിച്ചുവിട്ടാൽ അത്... ആരായാലും എനിക്കെന്താ? ജോലി സമയത്ത് കിടന്നുറങ്ങുന്നൊന്നും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല, അതിനി എത്ര കഴിവുള്ള ആളാണെങ്കിലും. ഹായ് ഡാഡ്, വാട്സ്ആപ്പ്? നീ പെട്ടെന്ന് പോയപ്പോ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അവിടെ ലൂക്ക എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഉണ്ട്. അയാളുമായിട്ട് കോർക്കാൻ നിൽക്കണ്ട. എന്താ ലൂക്കയോ? ലൂക്ക എന്നാണോ പറഞ്ഞേ? എന്ത് പറ്റി മോളെ? ലൂക്ക എന്ന പേരിൽ എത്ര പേരുണ്ട് ഓഫീസില്? അറിയില്ല, ഒന്ന് നോക്കട്ടെ. മായ, എംപ്ലോയീസിന്റെ ലിസ്റ്റ് ഇതിലുണ്ട്. അവനൊരു ബുദ്ധിരാക്ഷസനാ. നമ്മുടെ VR സിസ്റ്റത്തിന്റെ ഇൻചാർജ് ഇപ്പോൾ അവനാണ് നമ്മുടെ തുറുപ്പച്ചീട്ട്. ഒത്തിരി റിക്വസ്റ്റ് ചെയ്തിട്ട് അവൻ ഇവിടെ ജോയിൻ ചെയ്തത്. ലോകത്തെ മികച്ച 10 ഹാക്കർമാരിൽ ഒരാളാണ്. ഡാഡി ഒന്ന് വെയിറ്റ് ചെയ്യണേ. കിട്ടി. ലൂക്കയ്ക്ക് സ്റ്റാൻഫോർഡിൽ നിന്ന് PhD-യോ, അതുകൂടാതെ ലോകത്തിൽ തന്നെ ടോപ്പ് 10 ഹാക്കേഴ്സിൽ ഒരാളും. ഡാഡി പറഞ്ഞത് ആ ലൂക്കയെ കുറിച്ച് തന്നെയാണോ? അതെ, അത് അവൻ തന്നെയാ ലൂക്ക. പിന്നെ ഇതേ പേരിലുള്ള മറ്റൊരുത്തരം നമ്മുടെ കമ്പനിയിലുണ്ട്. സ്വാധീനം ഉപയോഗിച്ച് കയറിയതാ. ഒരു കോർപ്പറേറ്റ് പാരസൈറ്റ്. ഡോണ്ട് വറി, ഞാൻ അവനെ പുറത്താക്കി കഴിഞ്ഞു. ഗുഡ് ജോബ്. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. ഭേദമായാൽ ഉടൻ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ ഡാഡി, ഇപ്പൊ അതോർത്ത് ടെൻഷൻ ആവണ്ട. ഇത്തരം പാരസൈറ്റ്സിനെ ഒന്നും കമ്പനിയിൽ തുടരാൻ അച്ഛൻ അനുവദിക്കില്ല. നിങ്ങൾ വെറുതെ സ്ട്രെസ്ഡ് ആവണ്ട. ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടി. മിസ് മായ, ലൂക്കയെ ശ്രദ്ധിച്ചില്ലേ? അവൻ വളരെ ഹാൻസം ആണ്. ഉയർന്ന വിദ്യാഭ്യാസവും നല്ല കഴിവുകളും ഉണ്ട്. ഇല്ല, പക്ഷേ എനിക്കൊരു ഫ്രണ്ടുണ്ട്. കുറച്ച് കടുപ്പമാണ്. ആഹാ, മിസ് മായ ആരെയോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് തോന്നല്ലോ. ക്ലാസ്മേറ്റ് ആണോ അതോ ഓൺലൈൻ ബഡിയാണോ? മിസ് മായ, കമ്പനിയുടെ സെർവർ സിസ്റ്റം വീണ്ടും തകർന്നു. എന്താ? ഇപ്പോൾ പെട്ടെന്ന് ക്ലയന്റിൽ നിന്ന് ഫീഡ്ബാക്ക് വന്നു. അവരുടെ കാർ സിസ്റ്റം പൂർണ്ണമായും പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ സിസ്റ്റത്തിൽ ഹാക്കർമാർ കെണിവെച്ചതായി കണ്ടെത്തി. കമ്പനി മുഴുവൻ ആകെ കുഴപ്പത്തിലാണ്. ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. നിങ്ങളൊക്കെ എന്ത് കണ്ടോണ്ടിരിക്കുക? ക്രാഷ് ആയെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നോക്ക്. പക്ഷേ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാ. സെർവർ നന്നാക്കാൻ കഴിയുന്ന ആളുകൾ എല്ലാവരെയും പിരിച്ചുവിട്ടു. ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ കമ്പനിയിൽ ആരുമില്ല മാഡം. ഒരു ഉപകാരം ഇല്ലാത്ത കുറെ എണ്ണം. അപ്പൊ ഇവിടെ പണി അറിയാവുന്ന വേറെ ആരും ഇല്ലേ? അവരുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പണി നടക്കുള്ളൂ. നിക്ക്, എന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? മാഡം, ക്ലയന്റ്സിന്റെ പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ, അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കമ്പനി സെർവറുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യും മായ? നമുക്കിത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇത് കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസിനെ ബാധിക്കും. പക്ഷേ ഞാനൊന്ന് നോക്കട്ടെ. മായ, നിങ്ങളുടെ പ്രയോറിറ്റി ഇദ്ദേഹമാണോ? ആള് നിസാരക്കാരനല്ല അല്ലേ? മിണ്ടാതെ. കോക്കോ, ഞാനൊരു പ്രശ്നത്തിലാണ്. താങ്കൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? ഞാൻ MN കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇവിടുത്തെ സെർവേഴ്സ് ക്രാഷ്ഡ് ആയിരിക്കാണ്. ഇവിടെയുള്ള ആർക്കും അത് ഫിക്സ് ചെയ്യാൻ കഴിയുന്നില്ല. പ്ലീസ് ഹെൽപ്പ് മീ. ഇതിനി ആരാണാവോ? വാട്ട്സ് ഗോയിങ് ഓൺ? നിങ്ങളിപ്പോ MN ഗ്രൂപ്പിൽ തന്നെ ഉണ്ടോ? ഫോണിലൂടെ പറയാൻ കഴിയില്ല. നമുക്ക് നേരിട്ട് കാണാൻ കഴിയോ? ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ അങ്ങെത്താം. ഓക്കെ? ഈ ശബ്ദം എവിടെയോ കേട്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ. ശരിയാ, എനിക്കും അങ്ങനെ തോന്നി. ഒരുപക്ഷെ ഇവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിലോ? അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ ഇപ്പൊ സമയമില്ല. ചെന്ന് ബാക്കി കാര്യങ്ങൾ നോക്ക്. മായ, ഒരുങ്ങാൻ പോവാണോ? ഒന്ന് മിണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞത് ചെയ്. ഞാനിപ്പോ മുകളിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്.
അവിടെയുള്ള ഒരു എഞ്ചിനീയർ സർവർ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. ഇതാരുടെ ഫോണാ? ലോക്ക് ചെയ്യാതാണല്ലോ പോയിരിക്കുന്നത്. ഈ ക്യൂ അക്കൗണ്ട് ലൂക്കയുടെ ആണല്ലോ. ഞാൻ പറയുന്ന മെത്തേഡ് വെച്ച് അവിടെയുള്ള ഒരു എഞ്ചിനീയറിന് സെർവർ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. നോട്ട് ബാഡ്. ഈ ക്രെഡിറ്റ് ഇനി എനിക്കാണ്. മിസ് മായ, അപ്പൊ ഇവർ ശരിക്കും ലൂക്കയുടെ ആരാധികയാണല്ലേ? പക്ഷെ ഇവർക്ക് തമ്മിൽ ഇപ്പോഴും അറിയില്ലെന്ന് തോന്നുന്നു. ഇതാണ് പറ്റിയ അവസരം. ഇത് ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. ഡീൽ. ഭാഗ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ എന്റേതാക്കാൻ കഴിഞ്ഞാൽ MN ഗ്രൂപ്പിന്റെ മൊത്തം സ്വത്ത് കൂടി എന്റെ കൈകളിലെത്തും. മിസ് മായ, ഓറഞ്ച് ഐസ് എന്ന ID നിങ്ങളുടെയാണോ? നിങ്ങളുടേതാണോ കോക്കോ ID? അതെ അതെ, ഞാനാണ്. ഓറഞ്ച് ഐസ് നിങ്ങളായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഓ, ഓൾറൈറ്റ്. ഇനിയിപ്പോ നമുക്ക് വർക്ക് പ്ലേസിൽ പരസ്പരം പേരുകൾ തന്നെ വിളിക്കാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതൊരു കോയിൻസിഡൻസ് ആയിപ്പോയി. കോക്കോലൂക്കെ ഞാൻ ഈ കമ്പനിയിൽ പ്രതീക്ഷിച്ചില്ല. പക്ഷേ നിങ്ങൾ വളരെ കഴിവുള്ള ആളാണല്ലോ. പിന്നെതിന് ഇത്രയും നാൾ ഒളിച്ചിരുന്നത്? എനിക്കങ്ങനെ ശ്രദ്ധ ആകർഷിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പ്രധാനമായി കമ്പനിയിലെ ഇഷ്യൂസ് ആണ് നമുക്ക് പരിഹരിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉറപ്പായി നമുക്കത് പരിഹരിക്കാം. വരൂ. ഷുവർ, വാ. ഇത്രയും നേരമായിട്ട് അവരെയും കൊണ്ട് കണ്ടില്ലല്ലോ. എന്തോ ആവട്ടെ. സമാധാനമായി. പ്രശ്നം എന്തായാലും നിങ്ങൾ പരിഹരിച്ചല്ലോ. ഇതെന്താ മിസ്റ്റർ ലൂക്ക? മിസ് ജീന, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ നോക്കി വെച്ചിരുന്ന എഞ്ചിനീയർ MN ഗ്രൂപ്പിൽ നിന്ന് റിസൈൻ ചെയ്തു. ശരിക്കും ലൂക്ക അവിടുന്ന് രാജിവെച്ചോ? 10 മിനിറ്റ് മുമ്പ്. ആക്ടിംഗ് ചെയർമാൻ മായ അദ്ദേഹത്തെ പുറത്താക്കിയെന്നാ കേട്ടത്. കൂടെയുള്ളവരെയും പിരിച്ചുവിട്ടു. യെസ്, ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നേ. മിസ്റ്റർ അലക്സിന്റെ കയ്യിൽ നിന്ന് അവനെ അങ്ങനെ ഈസി ആയിട്ട് കിട്ടുമെന്ന് ഞാൻ കരുതിയതേയല്ല. അലക്സിന്റെ സാമ്രാജ്യം അയാളുടെ മകള് കാരണം നശിക്കാൻ പോവാ. പക്ഷെ ജീന, SL ഗ്രൂപ്പ് ഒരു ചെറിയ കമ്പനിയല്ലേ. മിസ്റ്റർ ലൂക്ക നമ്മുടെ ഓഫർ സ്വീകരിക്കുമോ? എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും, ഞാൻ അടിയറവ് പറയേണ്ടി വന്നാലും ആ ലൂക്കയെ ഞാൻ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഒന്നും മനസ്സിലായില്ല അല്ലേ? അവനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ നിനക്കെല്ലാം മനസ്സിലാവും. അവൻ ആരാണെന്നും എത്ര ബുദ്ധിമാനാണെന്നും. വേഗം എനിക്ക് വേണ്ടിയുള്ള കാറ് റെഡിയാക്ക. ഓക്കെ. ലൂക്ക, മിസ് മായ, ഞാൻ ഇനി നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് ഞാനല്ലേ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ ഓൾറെഡി രാജിവെച്ച് കഴിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി. എനി പ്രോബ്ലം? എനിക്ക് പ്രശ്നമുണ്ട്. നീ ആരാടാ? ഇത് ഞാൻ നോക്കിക്കോളാം. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. നിങ്ങൾ റിസൈൻ ചെയ്തതിന് പിന്നാലെ കമ്പനി സർവേഴ്സ് എല്ലാം ഡൗൺ ആയിരിക്കാണ്. ഇപ്പോ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളെ മാത്രമാണ് സംശയം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ലൂക്ക, നിന്റെ അഭിനയം നിർത്ത്. ഇവിടെ എല്ലാവർക്കും അറിയാം അഡ്മിൻ ആക്സസ് നിനക്ക് മാത്രമേ ഉള്ളൂന്ന്. നീ പോയ ഉടനെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിന്റെ കാരണം നീ തന്നെയാണ്. അതെനിക്ക് ഉറപ്പാണ്. വെളിവില്ലാത്ത നിന്നെ ഞാൻ അവിടെ നിന്ന് നിന്നെ. സെക്യൂരിറ്റി. അല്ല, എന്താ ഇതിന്റെ അർത്ഥം? മിസ്റ്റർ ലൂക്ക,
മര്യാദയ്ക്ക് സത്യം പറയുന്നേ നല്ലത്. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും. പിന്നെ കേസെടുത്താ ജയിൽ ശിക്ഷ മാത്രമല്ല, പിന്നെ കമ്പനിയുടെ എല്ലാ നഷ്ടങ്ങൾക്കും നിങ്ങൾ കോമ്പൻസേഷൻ നൽകേണ്ടി വരും. അതുമാത്രമല്ല, പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. സത്യോ? എന്ത് സത്യം? നിങ്ങളെ പോലുള്ളവർക്ക് നിങ്ങളുടെ ധാരണകൾക്ക് അനുയോജ്യമായത് മാത്രമാണ് സത്യം. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താ നോക്കുന്നത്? അറസ്റ്റ് ചെയ്യ്. അത് കഴിഞ്ഞ് ആരാ കരയാൻ പോകുന്നെന്ന് നമുക്ക് കാണാം. നിന്നെ കാണാനൊന്നുമില്ല, നിന്നെ തകർത്തിരിക്കും. മിസ് മായ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കരുത്. മിസ് മായ, നിങ്ങൾ പറയൂ, ഞാൻ ഇപ്പൊ തന്നെ ഇവനെ ഒരു പാഠം പഠിപ്പിക്കാം. ലൂക്ക, നിങ്ങൾ MN കമ്പനിയുടെ എംപ്ലോയി ആയിരുന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്കിത് വഷളാക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. ഇപ്പോ ഞാൻ നിർബന്ധിതയായി. MN ഗ്രൂപ്പിലും MN ഗ്രൂപ്പുമായി ബന്ധമുള്ള മറ്റൊരു കമ്പനികളിലും മിസ്റ്റർ ലൂക്ക എന്ന ആൾ ഇനി ഒരിക്കലും ജോലി ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഈ ഓർഡർ എല്ലായിടത്തേക്കും പാസ് ചെയ്തേക്കൂ. ഇന്നു മുതൽ നിങ്ങൾ ഇനി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ചെയർമാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോന്നാ. നിന്നെ പുറത്താക്കാൻ ചെയർമാന്റെ അപ്രൂവലിന്റെ ആവശ്യമൊന്നുമില്ല. നീ ആരാണെന്നാടാ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കൊള്ളാം മിസ് മായ, അപ്പോ ഗുഡ് ലക്ക്. ഇനഫ്. ഇനി നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. ടേക്ക് ഹിം ടു ദ പോലീസ് സ്റ്റേഷൻ. നിക്ക്. ഇദ്ദേഹത്തിന് വേണ്ടി എന്റെ സിൽവർ ലൈൻ ടെക്നോളജീസ് ബാക്കപ്പ് നൽകി. നിങ്ങൾ സിൽവർ ലൈൻ ടെക്നോളജീസിന്റെ ചെയർമാൻ ജീനയല്ലേ? ജീന ഇങ്ങോട്ട് വന്നത്? ജീന, നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം? ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? കോളേജിൽ വെച്ച് നീ എനിക്ക് തന്ന ബൊക്കെ ഞാൻ മറന്നിട്ടില്ല. ഓ, ശരിക്കും അതൊക്കെ നമ്മുടെ ഒരു നല്ല കാലഘട്ടമായിരുന്നു അല്ലേ? മിസ് മായ, നിങ്ങളുടെ മുൻ എംപ്ലോയിയുമായിട്ട് ഇങ്ങനെ ഒന്ന് വഴക്കടിക്കുന്നത് നിങ്ങളുടെ MN ഗ്രൂപ്പിന് തന്നെ നാണക്കേടല്ലേ? മിസ് ജീന, ഞാനൊന്ന് പറയട്ടെ. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ചർച്ചയിൽ നിനക്കെന്താ കാര്യം? മിസ്റ്റർ ലൂക്ക പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് എന്റെ ഭാഗം പറയാമല്ലോ. കൂടാതെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഈ ലൂക്ക ഉണ്ടല്ലോ, റിസൈൻ ചെയ്തതിനു ശേഷം ഞങ്ങളുടെ കമ്പനിയുടെ സെർവറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു. കമ്പനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇയാളെ സംശയിക്കുന്നു. അത് കാരണം കമ്പനിക്ക് ചെറിയ നാശനഷ്ടമൊന്നുമല്ല ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ സമീപനം പൂർണ്ണമായി ന്യായമാണ്. അയ്യോ മിസ് മായ, ലൂക്ക ആരാണെന്ന് നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് ചോദിച്ചിട്ടാണോ വന്നത്? ഞാൻ ചോദിച്ചായിരുന്നു. വെറും സ്വാധീനം ഉപയോഗിച്ച് കയറിയ ഒരു കോർപ്പറേറ്റ് പാരസൈറ്റ് ആണെന്നാണ് പറഞ്ഞത്. കോർപ്പറേറ്റ് പാരസൈറ്റ്? സ്വാധീനം ഉപയോഗിച്ച് കയറിയവൻ? അങ്ങനെയൊക്കെ തന്നെയാണ് ചെയർമാൻ പറഞ്ഞത്. തീർച്ചയായും നിങ്ങളെ പിരിച്ചുവിടാൻ ഒരു കാരണം കണ്ടെത്താൻ തന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ഫൈൻ, അങ്ങനെയാണെങ്കിൽ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. ലൂക്ക, MN ഗ്രൂപ്പിന് ഇപ്പൊ ബോധമില്ല. ഒരു ക്രൂഷ്യൽ മൊമെന്റിലാണ് അവർ നിന്നെ പുറത്താക്കുന്നത്. സിൽവർ ടെക്നോളജീസ് അങ്ങനെയല്ല. SL ഗ്രൂപ്പിൽ ചേരാൻ താങ്കൾക്ക് താല്പര്യമാണോ? ജീന, SL ടെക്നോളജീസ് 10% ഷെയറും 3.5 മില്യൺ ആനുവൽ പാക്കേജുമാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. 10% ഷെയറും 3.5 മില്യൺ സാലറിയോ? ജീന, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അല്ല ജീന, ഇത് പണത്തിന്റെ പ്രശ്നമല്ല. പിന്നെവിടെ ഞാനും ഉണ്ടല്ലോ. നിങ്ങൾ SL ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടും. കൂടെ ഞാനും ഉണ്ടാവും. മിസ് ജീന, നിങ്ങളുടെ കഴിവുകളെ ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ലൂക്ക സ്വാധീനം ഉപയോഗിച്ച് കയറിയ വെറും ഒരു കോർപ്പറേറ്റ് പാരസൈറ്റ് മാത്രമാണ്. എന്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞതാണത്. ഇതൊക്കെ ചെയർമാൻ അലക്സ് തന്നെ പറഞ്ഞാണോ? അതെ. ആ അലക്സിന് ഇതെന്തു പറ്റി? MN ഗ്രൂപ്പിന്റെ ഇന്നത്തെ സക്സസിന് പിന്നിൽ ഇദ്ദേഹമാണ്. എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിഞ്ഞു? കോർപ്പറേറ്റ് പാരസൈറ്റ് എന്നെ ഞാൻ പറയട്ടെ. ഈ കാർഡിൽ 7.3 മില്യൺ ഉണ്ട്. എന്റെ 3 വർഷത്തെ സമ്പാദ്യ, എന്റെ ശമ്പളവും ബോണസും എല്ലാം ഇതിലുണ്ട്. ഇതെല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. പിന്നെ ദേ ഈ കാറും, ഇതും ഞാൻ ഇവിടെ വന്നതിന് ശേഷം വാങ്ങിയതാണ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? MN ഗ്രൂപ്പിൽ നിന്ന് നേടിയതാണ് ഇതൊക്കെ. ഇതെല്ലാം ഞാൻ ഇവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ്. മിസ് മായ,
നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാൽ കൊള്ളാം. ചെയർമാൻ അലക്സിനോട് എനിക്കിനി MN ഗ്രൂപ്പായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞേക്കണം. ഒരു കടപ്പാടും ബാക്കിയില്ലെന്ന്. മോനെ ലൂക്ക, ഈ നാടകത്തിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. ഇതൊന്നും പണ്ട് നിങ്ങളുടേതായിരുന്നില്ല. ഇതെല്ലാം MN ഗ്രൂപ്പിലേക്ക് തിരിച്ചു കൊടുക്കുന്നതാ മര്യാദ. മിസ് മായ, ഒരു എഫിഷ്യന്റ് ആയ എംപ്ലോയിയാണ് നിങ്ങൾ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് MN ഗ്രൂപ്പ് ഇനി അങ്ങോട്ട് സർവൈവ് ചെയ്യുക? അതുകൊണ്ട് കമ്പനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായെങ്കിലും നമുക്കൊരു തീരുമാനത്തിലെത്താം. നിങ്ങൾ കമ്പനിയുടെ മുൻ എംപ്ലോയി ആയതിനാൽ ഞങ്ങൾ തൽക്കാലം കോമ്പൻസേഷൻ ഒഴിവാക്കാം. ഓക്കെ, നമുക്കിറങ്ങാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഇതിന്റെ ഉത്തരവാദി നിങ്ങളായതിനാൽ MN ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളോടും നിങ്ങൾ പബ്ലിക്കായി മാപ്പ് പറയേണ്ടതാണ്. അതിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഉടനെ തന്നെ ലീഗൽ നോട്ടീസ് കൈപ്പറ്റാൻ നിങ്ങൾ തയ്യാറായിക്കോ. മിസ് മായ, നിങ്ങൾ ഒരുപാട് അങ്ങ് അതിര് കടക്കുന്നു. ഒരു കാര്യമില്ല. ഇത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിനെ നിങ്ങൾ നേരിടേണ്ടി വരും. ജിന, നിങ്ങളുടെ കമ്പനി MN ഗ്രൂപ്പുമായിട്ട് മത്സരത്തിലാണെന്നുള്ള കാര്യം എനിക്കറിയാം. ശരിയാണ്, പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ കമ്പനി കുറച്ച് വീക്കാണ്. ഡോണ്ട് വറി, നിങ്ങളുടെ രാശി ഇന്നു മുതൽ മാറുകയാണ്. എന്താ ഇപ്പൊ പറഞ്ഞേ? ഇനി മുതൽ ഞാൻ SL ഗ്രൂപ്പിലുണ്ടാവും. നിങ്ങൾ എവിടെ പോയാലും ഈ നടപടി ഉറപ്പായി നേരിട്ടേ പറ്റൂ. അതല്ലെങ്കിൽ മിസ് മായ, നോട്ടീസ് ഇദ്ദേഹത്തിന് അയക്കുന്നതിന് പകരം SL ഗ്രൂപ്പിലേക്ക് അയച്ചുകൂടെ? ഇത് നമ്മൾ രണ്ട് കമ്പനികൾ തമ്മിലുള്ള മത്സരമല്ല. അങ്ങനെയാണെങ്കിൽ ജീന, നിങ്ങളും കരുതിയിരുന്നോളൂ. നമുക്കിറങ്ങാം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. മിസ് മായ, ഇവനെ പോലുള്ളവർക്ക് വേണ്ടി എനർജി കളയണ്ട. നിങ്ങൾ പറഞ്ഞത് ശരിയാ. 3 വർഷമായി നമ്മൾ ഓൺലൈനിൽ പരിചയക്കാരാണ്. നിങ്ങൾ എപ്പോഴും നല്ല കാമായിരുന്നു. ഇന്നെന്ത് പറ്റി ഇത്രയും ദേഷ്യം വരാൻ? ആ ലൂക്ക അവനത്ര നിസ്സാരക്കാരനല്ല. അവൻ നിങ്ങളോട് കയർക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അറിയാതെ ഞാൻ അങ്ങനെ പ്രതികരിച്ചു പോയതാ. ഐ എം സോറി ഫോർ ദാറ്റ്. വേറെ ഒന്നും തോന്നരുത്. ശരിക്കും? തീർച്ചയായും നമുക്കിത് വിടാം. കമ്പനിയാണ് പ്രധാനം. ശരി, വരൂ. പോവാം. ഹലോ മിസ്റ്റർ അലക്സ്, ഞാൻ ജീനയാണ്. ഒരുപാട് കാലമായി ഇങ്ങനൊരു കോളിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. VR റേസിൽ ഇനി മുതൽ SL ഗ്രൂപ്പും ഉണ്ടാവും. ആ പ്രോജക്റ്റ് MN ഗ്രൂപ്പിന്റെ സ്വന്തമാണ്. നീ ഞങ്ങൾക്കെതിരെ മത്സരിക്കാൻ ഉറപ്പിച്ചിട്ടാണോ? എന്റെ ഈ കോൾ ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്, അല്ലാതെ ചർച്ചയ്ക്ക് വിളിച്ചതല്ല. ആ കൗശലക്കാരിയായ ജീനയ്ക്ക് ലൂക്കയെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്താ അവൾ എന്നോട് മത്സരിക്കാൻ തയ്യാറായത്? ഇതിലെന്തോ അപകടം പതിയിരിപ്പുണ്ടല്ലോ. അല്ലെങ്കിൽ ഡാഡി, നീ ലൂക്കയെ പിരിച്ചുവിട്ടോ? ഡാഡി, അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഞാൻ പറഞ്ഞു വിട്ടത് റെക്കമെൻഡേഷന് കയറിയ ലൂസ് തന്നെയാണ്. അവനെ കൊണ്ട് ഒരു ഉപകാരമില്ല. പിന്നെ എന്തുകൊണ്ടാ ജീന നമ്മളുമായിട്ട് മത്സരിക്കാൻ തയ്യാറായത്? എനിക്കൊരു വിശദീകരണം കിട്ടിയേ മതിയാവൂ. ഡാഡ്, ഞങ്ങൾ നേരിൽ കണ്ടിരുന്നു. അപ്പൊ കുറച്ച് സംസാരം ഉണ്ടായിരുന്നു. നീ പറയുന്നത് ഇത് മനഃപൂർവ്വമാണെന്നാണോ? ഡാഡ്, ഞാൻ അത്ര മണ്ടിയല്ല. ആദ്യം എനിക്ക് കുറച്ച് ദേഷ്യം വന്നെങ്കിലും പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എനിക്കിത് വേണ്ടെന്ന് തോന്നി. പിൻവാതിലൂടെ കേറിയ ഒരാൾക്ക് ഇത്രയും വലിയ സ്വാധീനം എങ്ങനെ ഉണ്ടാവാനാ? പിന്നൊരു കാര്യം, ആ ജീനയോട് ഞാൻ അവനെ പറ്റി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നീ അവളെ തെറ്റിദ്ധരിപ്പിച്ചതാണല്ലേ? എക്സാക്ട്ലി. ഇപ്പൊ ജീന വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ കമ്പനിയുടെ നട്ടല്ലായിരുന്ന ഒരാളെയാണ് അവള് കൊണ്ടുപോയിരിക്കുന്നെന്ന്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവൾ അച്ഛനെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്. Well done, baby. ഇനി മുതൽ VR ഡിവിഷന്റെ നിയന്ത്രണം നിന്റെ ചുമതലയായിരിക്കും. ഇത് ഭംഗിയായി നടപ്പിലാക്കുക. SL ഗ്രൂപ്പിനെ തകർക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എല്ലാവരെയും കാണിക്കാൻ പോവാ. നിന്നിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ പ്രൊജക്ട് നമ്മൾ നേടിയിരിക്കും. ഓക്കെ ഡാഡി. സർ, VR ഇൻഡസ്ട്രി MN ഗ്രൂപ്പിന്റെ ജീവനാടിയായിരുന്നു. മകളാണെങ്കിലും അവളിപ്പോ വിദേശത്ത് നിന്ന് വന്നല്ലേ ഉള്ളൂ. ഈ അധികാര കൈമാറ്റം ഇപ്പോൾ ആവശ്യമുണ്ടോ? അവൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ സമാധാനത്തോടെ ഇരിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മുടെ പ്രധാന തുറുപ്പ് ചീട്ട് അവളുടെ കൂടെ ഉണ്ടല്ലോ. സാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൂക്ക? എക്സാക്ട്ലി. അവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ SL ഗ്രൂപ്പ് ഒരിക്കലും വിജയിക്കില്ല. മാത്രമല്ല, ആ ജീന ആ പാരസൈറ്റ് ലൂക്കയെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. നമുക്കിനി കണ്ട് ആസ്വദിക്കാൻ ഒരുപാടുണ്ടാവും. നമുക്ക് കാത്തിരുന്ന് കാണാമടോ. നമ്മുടെ ഓഫീസെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്? കൊള്ളാം. ചെറുതാണെങ്കിലും കംപ്ലീറ്റഡ് ആണ്. എങ്കിലും കുറച്ച് എംപ്ലോയീസിന്റെ കുറവുണ്ട്. VR ടെക്നിക്കൽ എക്സ്പേർട്സ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാഫുകളുടെ ആവശ്യം കൂടിയുണ്ട്. എക്സാക്ട്ലി. സോ
കുറച്ച് ആളുകളെ ഇവിടെ പരിചയപ്പെടുത്താൻ താങ്കൾക്ക് ബുദ്ധിമുട്ടാവോ? മിസ് മായ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരെയും പിരിച്ചുവിട്ടു എന്ന് കേട്ടു. ഹാ. അപ്പോ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു അല്ലേ? ശരി, എനിക്കൊരല്പം സമയം തരൂ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. യെസ് കമിൻ. മിസ് മായ, അത് കോക്കോ താങ്കളായിരുന്നോ? ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്നെ പേര് വിളിക്കാമല്ലോ. സുമി. സുമിയോ? നിങ്ങൾ സാധാരണ എന്നെ അനു എന്നല്ലായിരുന്നു വിളിക്കാറുള്ളത്. നോ അല്ല, അത് ഞാൻ പിന്നെ പെട്ടെന്ന് പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അത് ശരി. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. VR ബിസിനസ് മുഴുവൻ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വേണം എന്നെ സഹായിക്കാൻ. ചെയർമാൻ അധികാരം കൈമാറുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചേക്ക് നടക്കും. ഇവളുടെ മുമ്പിൽ അഭിനയിച്ചാൽ മാത്രം മതി. ഈ കമ്പനി മുഴുവൻ എന്റേതാ. ഈ സാമ്രാജ്യത്തിന്റെ മുതലാളി ഞാനായിരിക്കും. ചോദിക്കാനുണ്ടോ? നിങ്ങളെ ഞാൻ സഹായിച്ചിരിക്കും. എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നും എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. കോക്ക, നമുക്ക് ഉടനെ തന്നെ കുറച്ച് പുതിയ ആളുകളെ തിരഞ്ഞെടുക്കണം. നമ്മളിപ്പോ കുറച്ചധികം പേരെ പിരിച്ചുവിട്ടായിരുന്നല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. VR സിസ്റ്റത്തിന്റെ കോർ ഫ്രെയിംവർക്സിനെ കുറിച്ച് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. അവനത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗുണം എനിക്കുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. മായ, we are in trouble. എന്തു പറ്റി? നമ്മുടെ ടെക്നിക്കൽ ടീമിലെ കുറച്ച് പ്രധാനപ്പെട്ട സ്റ്റാഫുകൾ ഒന്നിച്ച് രാജിവെച്ചു. മായ, അത് മാത്രമല്ല, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ എഫിഷ്യന്റ് ആയ ആരും ബാക്കിയില്ല. എന്താ ഇത്? മാസ് റെസിഗ്നേഷനോ? എന്താ അതിന് കാരണം? ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഒരു പഴയ കൊളയെ കൊണ്ടുപോയി എന്നാണ് ഞാൻ കേട്ടത്. ലൂക്ക തന്നെയാണ് അദ്ദേഹത്തിന്റെ ടീമിനെ ഇവിടുന്ന് കൊണ്ടുപോയതെന്ന് ഞാൻ സംശയിക്കുന്നു. ലൂക്കയോ? ശരിയാ, അവൻ തന്നെ ആയിരിക്കും കാരണം. മായ, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ ടെക്നിക്കൽ ടീം വളരെ വീക്കായി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ നമ്മുടെ... പേടിക്കണ്ട, നിങ്ങളോടൊപ്പം ഞാനുണ്ടല്ലോ. അതെ, ഞാൻ എന്തിനു പേടിക്കണം? നിങ്ങൾ എന്റെ കൂടെ കാണില്ലേ? എന്നെ നിങ്ങൾ സഹായിക്കില്ലേ? ഒരു നന്ദിയില്ലാത്തവരൊക്കെ വെറും ടെക്നീഷ്യൻസ് മാത്രമാണ്. റീപ്ലേസ് ചെയ്യാം. നിക്ക്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്തായി? എല്ലാം ഓക്കെയാണ്. എന്റെ കുറച്ച് കൂട്ടുകാർ വരുന്നുണ്ട്. എന്റെ അത്ര മിടുക്കരാവില്ല, പക്ഷെ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. അത് ഉറപ്പാണ്. That's awesome. ഇവിടെ ഉള്ളവരെ മാറ്റി എന്റെ ആളുകളെ എങ്ങനെ കൊണ്ടുവരുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇതാണ് പറ്റിയ സമയം. ദൈവം എന്റെ കൂടെയാണ്. Hello, Miss Gina. മാനേജർ അലക്സ് വളരെ മിടുക്കനാണ്. ഇനി ഇവരെല്ലാം ഞാൻ തിരഞ്ഞെടുത്ത ടെക്നീഷ്യൻസ് ആ ടോപ്പ് നോച്ച് ടെക് എക്സ്പേർട്സ്. VR ബിസിനസ്സിൽ ഇനി ESL ഗ്രൂപ്പ് വളരെ മുന്നിലായിരിക്കും. ഹാപ്പി ആയില്ലേ? ഫാന്റാസ്റ്റിക്. മൂവിംഗ് ഫോർവേഡ് നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ MN ഗ്രൂപ്പിനേക്കാൾ ഒരുപാട് പുറകിലാണ്. ഡോണ്ട് വറി ജീന, എഞ്ചിനീയർ ലൂക്ക കൂടെ ഉള്ളപ്പോൾ നമ്മൾ മുന്നിലെത്തുമെന്ന് ഉറപ്പാ. എങ്കിലും MN ഗ്രൂപ്പിന്റെ സിസ്റ്റംസ് എല്ലാം ഫുള്ളി ഡെവലപ്ഡ് ആണ്. നമ്മളിപ്പോൾ അതൊരു ബേസിക് പ്രോട്ടോടൈപ്പ് ഫ്രെയിംവർക്ക് മാത്രമാണ്. ഒരുപക്ഷെ ആ ഫ്രെയിംവർക്ക് അടിസ്ഥാനമാക്കി അവർ വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവരത് വികസിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? എങ്കിൽ നമുക്ക് ഒരുപാട് രസിക്കാനുണ്ടോ? ടെക്നിക്കൽ ഡെമോയിൽ നിന്ന് പഠിച്ചത് അടിസ്ഥാനമാക്കി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് വി ഹാവ് ടു റീബിൽഡ് ഇറ്റ്. തുടക്കം കുറച്ച് കഠിനമായിരിക്കും. MN ഗ്രൂപ്പ് ഒരുപക്ഷെ സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഈ ഫ്രെയിംവർക്കിൽ അവർ ഒരുപാട് മുന്നിലെത്തിയാണ്. MN ഗ്രൂപ്പ് ബേസിക് ഫ്രെയിംവർക്കിൽ നിന്ന് റീബിൽഡ് ചെയ്ത് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ അവരിപ്പോ ബിസിനസ് നേടിയാണ്. ഒരുപക്ഷെ അവരും നമുക്കൊരു തടസ്സമായി തീർന്നേനെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിൽവർ ലൈൻ ഗ്രൂപ്പ് ഈ മത്സരത്തിൽ വിജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് ഞാൻ നൽകുന്ന വാക്കാണ്. വീണ്ടും ലേറ്റ് നൈറ്റ്സ്. ജീന, നീയോ? ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ എക്സ് ഗേൾഫ്രണ്ടും. എക്സ് ഗേൾഫ്രണ്ടോ? ഒരിക്കലുമില്ല ജീന. കോളേജിൽ വെച്ച് നിങ്ങൾ എനിക്ക് പൂക്കൾ അയക്കാറുണ്ടായിരുന്നു. കോളേജ് കാലത്ത് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പൂച്ചെണ്ടുകൾ അയച്ചിരുന്നു. നിങ്ങളെ ക്യാമ്പസ് ക്യൂനായിരുന്നല്ലോ. എന്നാ നിങ്ങളതൊന്നും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഓർക്കുന്നുണ്ടോ അതൊക്കെ? മറ്റുള്ളവരെനിക്ക് തന്ന പൂക്കളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങളെന്ന് അയച്ചത് 3 സൂര്യകാന്തികളായിരുന്നു. അല്ല, ഇതൊക്കെ എങ്ങനെ അറിയാം? നിങ്ങളുടെ പ്രണയം ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരുന്നു. എന്താ ലൂക്ക, പ്രണയം പറയാൻ ആരെങ്കിലും സൂര്യകാന്തികൾ കൊടുക്കുവോ? പക്ഷേ നിങ്ങളൊരു മിടുക്കൻ എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. ഹലോ അമ്മേ. അച്ഛന് തീരെ സുഖമില്ല.
മോളെ നീ വേഗം ഒന്ന് വീട്ടിലേക്ക് വരണം. ശരി അമ്മേ, ഞാൻ ഉടനെ എത്താം. അച്ഛന്റെ ചികിത്സയ്ക്കായി എനിക്കിന്ന് പഠനം നിർത്തേണ്ടി വന്നു. എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് കമ്പനിയൊക്കെ തുടങ്ങിയപ്പോ നിങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോഴേക്കും അലക്സ് നിങ്ങളെ തട്ടിയെടുത്തിരുന്നു. അന്ന് നിങ്ങളെ ഞാൻ അന്വേഷിച്ചു വന്നിരുന്നെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് കരുതി. ഞാൻ കരുതിയത് ഞാൻ നിനക്ക് മറ്റുള്ളവരിൽ ഒരാൾ മാത്രമാണെന്നാ. എന്നെ റിജക്ട് ചെയ്തെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോ ഞാൻ നിങ്ങളുടെ എക്സ് ഗേൾഫ്രണ്ടാന്ന് പറയുന്നതില് തെറ്റൊന്നുമില്ലല്ലോ? അതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. പിന്നെ ജിന, എനിക്ക് വീട്ടിൽ പോകാൻ സമയമായി. നിങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം നിങ്ങൾ MN ഗ്രൂപ്പിന് തിരിച്ചു കൊടുത്തില്ലേ? ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കാ. ഇനി എവിടെ പോയി താമസിക്കും? എന്റെ കൂടെ വാ. താൻ വാടോ. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. ആ? ഇന്നു മുതല് ഈ പ്രോജക്റ്റ് തീരുന്നത് വരെ നിങ്ങൾ ഇവിടെ താമസിക്കും. ഇവിടെയോ? ഞാൻ നിങ്ങളുടെ ബോസാണ്. നിങ്ങൾ ജോലിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഫെയർ ഇനഫ്. അപ്പോ എന്റെ മുറി ഏതാണ്? ഇവിടെ ആകെ ഒരൊറ്റ റൂമേ ഉള്ളൂ. ഒബ്വിയസ്ലി എന്റെ കൂടെ ആയിരിക്കും. ദാറ്റ്സ് നോട്ട് കൂൾ മാൻ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇത്ര നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുറി എടുക്കാം. വാ, നമുക്ക് പോയി നോക്കാം. അല്ല, ലൂസേഴ്സ്, ഒരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണം. സാർ, ഇതിന്റെ ഫ്രെയിംവർക്ക് വളരെ വിഷമം പിടിച്ചാണ്. ചുരുങ്ങിയത് 1 മാസമെങ്കിലും വേണ്ടി വരും ഇത് പഠിക്കാൻ. 1 മാസവും അതൊന്നും നടക്കില്ല. 3 ദിവസം. ആ സമയത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. പക്ഷെ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഐ ഡോണ്ട് കെയർ. യു ഹാവ് ഓൺലി 3 days. മിസ്റ്റർ ലൂക്ക, വർക്കിന്റെ അപ്ഡേറ്റ്സ് എന്തായി? നിങ്ങൾ പേടിക്കണ്ട. 3 ദിവസം കൊണ്ട് നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയായിരുന്നു നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുമെന്ന്. ഹലോ ഡാഡി. അനു, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഡോണ്ട് വറി ഡാഡി, ഇവിടെല്ലാം നന്നായി തന്നെ പോകുന്നു. ഗുഡ്. എനിക്കിപ്പോ നല്ല ഭേദമുണ്ട്. അടുത്ത ആഴ്ച തന്നെ ഞാൻ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. ഡാഡി, എല്ലാം ഭേദമായിട്ട് പതുക്കെ വന്നാ മതി. കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തോ. അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി മോളെ, എന്നാൽ ഞാൻ നല്ല വാർത്തയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നാ റെഡി ആയിരുന്നോളൂ. ലൂക്ക, ഈ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഡാഡിയോട് നിങ്ങളെ പറ്റി ഞാൻ പറയുന്നുണ്ട്. റിയലി? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിനക്കറിയാലോ, ഇപ്പൊ എനിക്ക് വേണ്ടത് നിന്റെ സാമീപ്യമാണ് അനു. ഇവിടെ എല്ലാരും നിൽക്കുന്ന കണ്ടില്ലേ? പ്രോജക്റ്റ് കഴിയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. സത്യം? ഇപ്പൊ ഞാൻ പോവാ. അല്ലെങ്കിലും നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കും. എണീറ്റോ? അതിനൊക്കെ ഇനി സമയം കിട്ടും. വന്നേ, ഇപ്പൊ നമുക്ക് ആഹാരം കഴിക്കാം. ഓക്കെ. നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ജോലി തുടങ്ങാം. നമുക്ക് നോക്കാന്നേ. ഈ പ്രോജക്റ്റ് കഴിയുമ്പോ ഒരു വലിയ സർപ്രൈസ് ഉണ്ടാവും. ഹായ് എവരിവൺ. ഇനി അടുത്ത കുറച്ച് നാളത്തേക്ക് നമ്മൾ ക്രൂഷ്യൽ പീരീഡിലായിരിക്കും. അതുകൊണ്ട് സമയം കുറവായിരിക്കും, ജോലി കൂടുതലായിരിക്കും. സോ ഞാൻ നിങ്ങൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഞാൻ അക്കൗണ്ട് സെക്ഷനിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി മുതൽ 3 ഇരട്ടി സാലറിയും ബോണസ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം പ്രോജക്റ്റ് സക്സസ് ആയാൽ എക്സ്ട്രാ ബോണസ് കിട്ടും. പിന്നെ പ്രോഫിറ്റ് ബെനിഫിറ്റ്സും. നിങ്ങൾക്ക് വിശ്വസിക്കാം, SL ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഒരു കുറവും ഉണ്ടാവില്ല. ഒന്നും പേടിക്കണ്ട ജീന, പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യും. നിങ്ങൾ നോക്കിക്കോ പ്രസിഡന്റ്, നല്ലൊരു ഗുഡ് ന്യൂസിന് വേണ്ടി കാത്തിരുന്നോളൂ. ബോസ്, ആ അഹങ്കാരിയായ മായയും MN ഗ്രൂപ്പിനെ നമ്മൾ പപ്പടം പോലെ പൊടിച്ചിരിക്കും.
യൂസ്ലെസ് കുറെ വിട്ടികൾ. മിസ്റ്റർ ലൂക്ക, മിണ്ടിപ്പോരും നീ ഒന്നും. ചെറിയ കാര്യം പോലും ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. MN ഗ്രൂപ്പ് നിനക്കൊക്കെ എന്തിനാ ശമ്പളം തരുന്നത്? അതിന്റെ ബ്ലൂ പ്രിന്റ് മുഴുവൻ ഇവിടെ ഉണ്ട്. എന്നിട്ട് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്തില്ലെങ്കിൽ ഇവിടുന്ന് പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിക്കോണം. മനസ്സിലായോ? കോക്ക വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നല്ലോ. ഇതിപ്പോ എന്ത് പറ്റി? എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത്? കോക്ക താങ്കളായിരുന്നോ? ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ പേര് വിളിക്കാമല്ലോ. സുമി, സുമിയോ? നിങ്ങൾ സാധാരണ എന്നെ അനു എന്നല്ലായിരുന്നു വിളിക്കാറുള്ളത്. നോ അല്ല, അത് ഞാൻ പിന്നെ പെട്ടെന്ന് പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. ഒരു പക്ഷേ ലൂക്ക, ഈ കോക്കോ നിങ്ങളുടെ ഐഡി തന്നെയാണോ? അനു, നീ എന്താ ഇങ്ങനെ ചോദിച്ചത്? എന്നെ നീ സംശയിക്കുന്നുണ്ടോ? നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമല്ലേ? അയ്യോ അതല്ല, ഞാൻ ഈ പ്രോജക്ട്സിന്റെ ഒക്കെ ടെൻഷൻ കാരണം. അത് സാരമില്ല. നിന്റെ പ്രശ്നം എന്താണെങ്കിലും എന്നോട് തുറന്നു പറ, നമുക്ക് നോക്കാം. ഇവളുടെ ഫോൺ ഹാക്ക് ചെയ്ത് എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ഇവിടെ കണ്ടുപിടിച്ചേനെ. അതോടെ എന്റെ പദ്ധതികളെല്ലാം പാളിപ്പോയേനെ. അപ്പോ ഞാൻ അങ്ങോട്ട് പോവാണ്. നമുക്ക് പിന്നെ കാണാം. നിങ്ങൾ റെസ്റ്റ് എടുത്തോ. ഓക്കെ. ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചെന്ന് തോന്നുന്നു. കോക്കോ, എന്റെ ഈ സർപ്രൈസ് നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജീന, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. MN ഗ്രൂപ്പിന്റെ VR പ്രോജക്ട് കംപ്ലീറ്റ് ആയി. ഉടൻ തന്നെ അത് മാർക്കറ്റിലെത്തും. എന്താ അവർ ഇത്ര ഫാസ്റ്റ് ആയിട്ടാണോ മൂവ് ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. വരും ദിവസങ്ങളിൽ അവർ അത് ലോഞ്ച് ചെയ്യും. ഇതിൽ കൂടെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാ MN ഗ്രൂപ്പ് ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ജീന, അവരുടെ പ്ലാൻ വർക്കായാൽ നമ്മൾ പിന്നിലാവും. അതെനിക്ക് നന്നായി അറിയാം. പക്ഷേ ഹേ ജീന, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി. ശരിക്കും? പിന്നെ അല്ലാതെ, നമ്മളെപ്പോഴും MN ഗ്രൂപ്പിനേക്കാൾ വളരെ മുന്നിലായിരുന്നു. ഇൻഫാക്ട് ഈ സമയത്ത് ഒരു പ്രോജക്റ്റ് പുറത്തിറക്കുന്നത് നമുക്ക് അനുകൂലമാണ്. ശരിക്കും നമുക്കത് ഗുണം ചെയ്യും. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. അതൊരു ഗുഡ് ന്യൂസ് ആണോ? മിസ് ജീന, ആദ്യം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഡോണ്ട് വറി ജീന, എഞ്ചിനീയർ ലൂക്ക കൂടെ ഉള്ളപ്പോൾ നമ്മൾ മുന്നിലെത്തുമെന്ന് ഉറപ്പാ. MN ഗ്രൂപ്പിന്റെ സിസ്റ്റംസ് എല്ലാം ഫുള്ളി ഡെവലപ്ഡ് ആണ്. നമ്മളിപ്പോഴും ഓ അതോ, അതൊരു ബേസിക് പ്രോട്ടോടൈപ്പ് ഫ്രെയിംവർക്ക് മാത്രമാണ്. ഒരുപക്ഷെ ആ ഫ്രെയിംവർക്ക് അടിസ്ഥാനമാക്കി അവർ വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, അവരത് വികസിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? എങ്കിൽ നമുക്ക് ഒരുപാട് രസിക്കാനുണ്ടാവും. ലൂക്ക പറയുന്നത് അവര് നിങ്ങളുടെ ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തു എന്നാണോ? അതിൽ സംശയമൊന്നുമില്ല. അവരുടെ പ്രോഗ്രസ് വെച്ച് നോക്കിയാൽ നമുക്കത് ഉറപ്പിക്കാം. പക്ഷെ അതുകൊണ്ട് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഓൾ റൈറ്റ്. ഈ പീരീഡിൽ നിങ്ങൾ എല്ലാവരും നന്നായി കഷ്ടപ്പെട്ടു. എല്ലാവരും ഇൻഫോം ചെയ്യൂ. ടെക് ടീമിന് 3 ദിവസം അവധിയായിരിക്കും. നന്നായി വിശ്രമിച്ച് നമുക്ക് IPOയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ലൂക്ക, നമുക്കിന്നൊരു ഡ്രിങ്ക്സ് എടുത്താലോ? പക്ഷെ മദ്യം ഇഷ്ടമല്ലെന്ന് ആരോ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല, ഞാനും നല്ല കമ്പനി തരും. ഒന്നുമില്ല, ഇത്രയും ഓവറായിട്ട് അടിക്കുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരു കുഴപ്പവും ഇല്ല. ശരി ശരി, വാ, പതുക്കെ. വീട് ലൂക്ക, തനിക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടാണോ? ലൂക്ക, നിനക്ക് ആ പഴയ ഇഷ്ടം എന്നോട് ഇപ്പോഴും ഉണ്ടോ? എനിക്ക് ജീന, ആദ്യം നിനക്ക് ബോധം തെളിയട്ടെ. വേണ്ട ലൂക്ക, എനിക്കിനി നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ട് ഇരിക്കണ്ട. അന്ന് നീ നിന്റെ പ്രണയം പറഞ്ഞു. ഇന്ന് ഞാൻ നിന്നോട് എന്റെ പ്രണയം പറയും. ലൂക്കയുടെ സെലിബ്രേഷൻ പാർട്ടി ഇവിടാണെന്ന് ഉറപ്പാണോ? ശരി, ഞാൻ വരുന്നെന്ന് പറയരുത്. ഇത് സർപ്രൈസ് ആണ്.
3 വർഷമായി നമ്മൾ ഓൺലൈനിൽ പരിചയപ്പെട്ടിട്ട്. അന്നു മുതൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു. കോക്കോ, ഈ മോതിരം നിങ്ങൾ എന്നെ അണിയിക്കാമോ? ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. നടക്കങ്ങോട്ട്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി പാർട്ടി കണ്ടിന്യൂ ചെയ്യാനേ. യു ആർ സോ നോട്ടി. ആ മായ വെച്ച് നോക്കുമ്പോ നിനക്ക് എന്തൊരു ഭംഗിയാണ്. വെറുതെ ഞാൻ അവളുടെ പുറകെ നടക്കുന്നത്. നീ അടി എന്റെ രാജകുമാരി. എങ്കിൽ അവളെ കളഞ്ഞിട്ട് എന്നോടൊപ്പം വന്നൂടെ? യു ആർ സോ സ്വീറ്റ്. ധൃതി കൂട്ടാതെ. അവള് പണക്കാരിയായ ഒരു വിഡ്ഢിയാന്നേ. അവളുമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ആ കമ്പനി ഒന്ന് കൈക്കലാക്കിക്കോട്ടെ. എങ്കിൽ ശരി, അതുവരെ ഞാൻ കാത്തിരിക്കാം. നീ എണീറ്റോ? ഇതൊന്ന് നോക്കിയേ. ഈ ഡ്രസ്സിൽ ഞാൻ എങ്ങനെയുണ്ട്? ഒന്നും ഒളിക്കണ്ട. ഇന്നലെ ഞാൻ എല്ലാം കണ്ടു. ദേ, ഇത് നോക്കിയേ. കൊള്ളാവോ? നന്നായിട്ടുണ്ട്. നീ എണീറ്റ സ്ഥിതിക്ക് വേഗം പോയി ഒരുങ്ങ്. നമുക്ക് പോവാം. നിനക്കുള്ള ഡ്രസ് എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ എവിടെയാ പോകുന്നത്? നമുക്കൊരു കോക്ടെയിൽ പാർട്ടി തകർക്കാനുണ്ട്. നീ എണീറ്റ് വാ. അനു, നീ ഇവിടെ ഇരിക്കുകയാണോ? ഞാൻ ഇവിടെയൊക്കെ നിന്നെ അന്വേഷിച്ചു. മിസ്റ്റർ ലൂക്ക, ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ വെച്ചെന്നെ ഒഫീഷ്യലായി അഭിസംബോധന ചെയ്യണമെന്ന്. അനു, നീ ഇങ്ങനെ വിഷമിക്കാൻ ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ? ആ മായ വെച്ച് നോക്കുമ്പോ നിനക്ക് എന്തൊരു ഭംഗിയാണ്. വെറുതെ ഞാൻ അവളുടെ പുറകെ നടക്കുന്നത്. നീ അടി എന്റെ രാജകുമാരി. എങ്കിൽ അവളെ കളഞ്ഞിട്ട് എന്നോടൊപ്പം വന്നൂടെ? യു ആർ സോ സ്വീറ്റ്. ധൃതി കൂട്ടാതെ. അവള് പണക്കാരിയായ ഒരു വിഡ്ഢിയാന്നേ. അവളുമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ആ കമ്പനി ഒന്ന് കൈക്കലാക്കിക്കോട്ടെ. എങ്കിൽ ശരി, അതുവരെ ഞാൻ കാത്തിരിക്കാം. നോ, വി ആർ ഡൂയിങ് ഗ്രേറ്റ്. പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നിടം വരെ ഇവനോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. എന്നാലും കോക്കോ ഇത്ര മോശക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. Yeah, sure. That's good. ഇതാരൊക്കെയാ? പ്രസിഡന്റ് ജീനയും ലൂക്കയും അല്ലേ? അല്ല, നിങ്ങൾ എന്താ ഇവിടെ? മിസ് മായയോടൊപ്പം നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അതുകൊള്ളാം. എന്റെ ലീഡർഷിപ്പിൽ MN ഗ്രൂപ്പ്സിന്റെ വെർച്വൽ റിയാലിറ്റി പ്രോജക്റ്റ് പൂർത്തിയായിരിക്കുകയാണ്. എന്താ, അതിന്റെ ബാക്കി എന്തെങ്കിലും കിട്ടുമെന്നറിയാനാണോ നിങ്ങൾ വന്നത്? വാട്ട് എ കോയിൻസിഡൻസ്. SL ഗ്രൂപ്പിന്റെ VR പ്രോജക്റ്റും പൂർത്തിയായി. കൺഗ്രാറ്റ്സ്. നിങ്ങളിത് പൂർത്തിയാക്കാൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ കഷ്ടപ്പെട്ടതല്ലേ? ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കുറെ പ്രോഡക്ട്സ്. MN ഗ്രൂപ്പ്സുമായിട്ടൊക്കെ മത്സരിക്കാൻ അതൊക്കെ മതിയെന്ന് തോന്നുന്നുണ്ടോ? ഉടനെ തന്നെ കാണാം ആർക്കാണ് നിലവാരമുള്ളതെന്ന്. ആണോ? നമുക്ക് നോക്കാം. എന്താ ഇത്? എന്നെ എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? സാർ, നമ്മൾ വേറൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു. എന്താ നീ പറഞ്ഞേ? സിസ്റ്റം ക്രാഷ് ആയെന്നോ? എന്താ ഉണ്ടായേ? ഒന്നുമില്ല, ഇത് ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്ക്. അങ്ങനെ തന്നെ, അതുപോലെ ചെയ്യ്. ഇത് എന്റെ മെത്തേഡ് അല്ലല്ലോ. മായയോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അടിയന്തര ഘട്ടത്തിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാനുള്ളത്. കമ്പനി സിസ്റ്റം വീണ്ടും ക്രാഷ് ആയതിൽ അതിശയിക്കാനൊന്നുമില്ല. മിസ് മായ, നിങ്ങളുടെ കമ്പനിയുടെ സിസ്റ്റം വീണ്ടും ക്രാഷ് ആയെന്ന് തോന്നുന്നു. നിങ്ങളുടെ കമ്പനി സിസ്റ്റം ഇത്രയും വീക്കായ സ്ഥിതിക്ക് നിങ്ങളുടെ വെർച്വൽ റിയാലിറ്റി സിസ്റ്റം റിലയബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? മിസ് ജീന, അതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടണ്ട. എന്തായി? ചെയ്തു കഴിഞ്ഞോ? ഗുഡ്, ഞാനങ്ങോട്ട് വിളിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നിസ്സാര കാര്യമാണ്. അത് ഞാൻ കൈകാര്യം ചെയ്തു. നിസ്സാര കാര്യല്ലേ?
സിസ്റ്റം ക്രാഷ് ആയതാണോ നിങ്ങൾക്ക് നിസ്സാര കാര്യം? MN ഗ്രൂപ്പ്സിന്റെ ബിസിനസിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇതൊന്നും ഇനി നിങ്ങളുടെ കൺസേൺ അല്ല. നീ ഇപ്പൊ പറഞ്ഞ ഈ മെത്തേഡ് അടിയന്തര ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിലേ കൂടുതൽ ക്രാഷിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാക്ക് എൻഡ് മുഴുവൻ തകരും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് വെറും മണ്ടത്തനാണ്. നീ ഇപ്പൊ ചെയ്തത് വിഡിത്താണെന്ന് ഞാൻ പറയും. ലൂക്ക, നിനക്കൊന്നും അറിയില്ല. നീ ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്കറിയില്ലെന്നോ? ഈ മെത്തേഡ് ആക്ച്വലി എന്റെ ആശയമായിരുന്നു. MN ഗ്രൂപ്പിന് വേണ്ടി ഞാൻ ഡെവലപ്പ് ചെയ്ത ബേസ് പ്രോഗ്രാം ആയിരുന്നു അത്. ആ ബേസ് പ്രോഗ്രാം വെച്ചാണ് ഇവൻ നിങ്ങളെ പറ്റിക്കുന്നത്. അനാവശ്യം പറയരുത്. മായ, SL ഗ്രൂപ്പ് നമ്മുടെ എതിരാളികളാണ്. ഇവർ പറയുന്ന ഒന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇത് നമ്മളെ തകർക്കാനുള്ള തന്ത്രം മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. നല്ലത് പറഞ്ഞു തരാന്ന് വിചാരിച്ചപ്പോ നിങ്ങൾക്ക് വേണ്ട. പോയേക്കാം സ്വീറ്റ് ഹാർട്ട്. എന്ത് സ്വീറ്റ് ഹാർട്ടോ? നീയോ ഇവനുവോ? ഇതിൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലിയോക്കെ ഞാൻ കമ്പനിയിലേക്ക് ക്ഷണിച്ചപ്പോ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. ഞാനേ MN ഗ്രൂപ്പിനെ പോലെയല്ല. ഉപയോഗശേഷം ആരെയും വലിച്ചെറിയാറില്ല. നിന്നെ മിസ് ജീന, കുറച്ചൊക്കെ ബുദ്ധി ഉണ്ടാവുന്നത് നന്നായിരിക്കും. ആഫ്റ്റർ ഓൾ ഈ ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചല്ലേ. ഐ ട്രസ്റ്റ് ദിസ് ഗായ്. അദ്ദേഹത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തോ എനിക്കിതിൽ വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു. മിസ് മായ, വരൂ, നമുക്ക് പോയി ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാം. അവർ വെയിറ്റ് ചെയ്യാണ്. എനിക്കറിയാം, പറയേണ്ട കാര്യമില്ല. മിസ്റ്റർ ഡേവിഡ് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കമ്പനി താഴ്ത്തി കിട്ടുന്നില്ല. വർഷങ്ങളായി MN ഗ്രൂപ്പുമായിട്ടാണ് എന്റെ ഡീൽ. റിസ്ക്കും കുറവാണ്. ഇനി ഒരു അവസരത്തിൽ നമുക്ക് ഡീൽ ഉറപ്പിക്കാം. മിസ്റ്റർ ഡേവിഡ്, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. എന്തായാലും ഞങ്ങളുടെ കമ്പനിയിലേക്കൊന്ന് വാ. ഞങ്ങളുടെ VR സിസ്റ്റം ഒക്കെ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളുടെ മനസ്സ് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മിസ് ജീന, നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇതാര്? മിസ് മായയോ? ഞാൻ വെറുതെ ജീനയുമായിട്ട് സംസാരിക്കുമായിരുന്നു. നിങ്ങളുമായിട്ടുള്ള കരാറിന് യാതൊരു വ്യത്യാസവും ഇല്ല. അത് ഞാൻ തരുന്ന ഉറപ്പാ. ജീന, നിങ്ങളിവിടെ നിക്ഷേപകരെ തേടി വന്നതാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലത്. MN ഗ്രൂപ്പ് നിലനിൽക്കുന്നിടത്തോളം നിങ്ങൾക്കൊന്നും ലഭിക്കില്ലെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ജീന, ഇവിടെയുള്ള 90% പേരും ഞങ്ങളുമായി കോൺട്രാക്റ്റിലുള്ളവരാണ്. ഗെയിം ഇനിയും തുടങ്ങിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോഴേ വീണുപോയി. അത് കൊള്ളാം, സാരമില്ല. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്കുള്ളതാണ്. ആ വിഷയത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല. VR പ്രോജക്ടിന്റെ എല്ലാ പ്രൊമോഷനും കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. എന്താ, അതുപോലെ? ദേ നോക്ക് ഫാരിസ്, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ നിക്ഷേപം നഷ്ടപ്പെടില്ലെന്ന് എന്റെ ഉറപ്പ്. താങ്ക് യു സോ മച്ച്. മായ, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. ഞാനും ഉണ്ട്. ഞങ്ങളും ഉണ്ട്. ഞങ്ങളുണ്ട്. ഞങ്ങളുണ്ട്. ഞാനും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉറപ്പ് നൽകുന്നു, MN ഗ്രൂപ്പ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. നിങ്ങൾ ഇതിനകം നിക്ഷേപിച്ച പണവും ഇനി നിങ്ങൾ നിക്ഷേപിക്കാൻ പോകുന്ന പണവും 100 ഇരട്ടിയായി നിങ്ങൾക്ക് ഞാൻ തിരിച്ചു നൽകുമെന്ന് വാക്ക് തരുന്നു. MN ഗ്രൂപ്പ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. MN ഗ്രൂപ്പിന്റെ കൂടെയുള്ള ആരെയും ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. ഇവിടെയുള്ള ഓരോരുത്തരും ഞങ്ങൾക്ക് വിലപ്പെട്ടവരാണ്. അത് കലക്കി. താങ്ക് യു മായ. മിസ് ജീന, നിങ്ങളും മായയെ പിന്തുണയ്ക്കാൻ പോവുകയാണെന്ന് പറയരുത്. തൽക്കാലം അവർ ചിരിക്കട്ടെ മോളെ. വിജയം നമുക്കുള്ളതാ. എന്നാ പിന്നെ നിങ്ങൾ പോവല്ലേ? ബൈ ബൈ. ജീന, മിസ്റ്റർ ക്രിസ്റ്റി, നിങ്ങൾ എന്താ മിസ് മായയുമായി ചർച്ചയ്ക്ക് പോകുന്നില്ലേ? ജീന, ശരിക്കും നിങ്ങൾക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം എന്താണ്? ക്രിസ്റ്റി, നമുക്ക് പ്രൈവറ്റായി സംസാരിക്കാം. ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട്. ആർ യു ഷുവർ? തീർച്ചയായും. എന്റെ അച്ഛൻ തന്നെ പറഞ്ഞതാണിത്. ഗോൾഡൻ ടെക്കിലെ പ്രോജക്ട് ലീഡ് മുൻപ് ഞങ്ങളുടെ എംപ്ലോയി ആയിരുന്നു. ഉപകാരം ഇല്ലാത്തതുകൊണ്ട് പുറത്താക്കിയതാ. അവരുടെ പ്രോജക്റ്റിന് നിലനിൽപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ? മിസ് മായ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് സമാധാനമായി. മിസ് ജീന. പ്രസിഡന്റ് ക്രിസ്റ്റി, നിങ്ങൾക്ക് മിസ് മായയുമായി മീറ്റിംഗ് ഇല്ലേ? എന്നെ എന്തിനാ കാണാൻ വന്നേ? നോക്ക് ജീന, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഗോൾഡൻ ടെക് അവർക്ക് പണത്തിന് കുറവുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ഒരു ചൂതാട്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ അങ്ങ് പെട്ടെന്ന് പറയരുത്. ഗോൾഡൻ ടെക്കിന്റെ പ്രൊമോഷൻ ഫണ്ട് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതുകൊണ്ട് ഇത്തവണ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഇതിന് കമ്മീഷന്റെ ആവശ്യമൊന്നുമില്ല. ഒരു സുഹൃത്തിനെ സഹായിച്ചതായി ഞാൻ കരുതിക്കൊള്ളാം. അല്ലെങ്കിൽ ഗോൾഡൻ ടെക് ഇനി മുതൽ എന്റേതായിരിക്കും. ക്രിസ്റ്റി, അതൊരു ചെറിയ തുകയല്ല. എനിക്കറിയാം, കഷ്ടപ്പെടാതെ ഒന്നും നേടാനാവില്ലല്ലോ. സമ്മതിച്ചു. ഈ ഓഫറിന് ഞങ്ങൾ ഒരുക്കമാണ്. ഇറ്റ്സ് എ ഡീൽ.
ഇന്നത്തെ പ്രധാന വാർത്ത പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച MN ഗ്രൂപ്പിന്റെ വിർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യയായ ഫേഷ്യൻ സിസ്റ്റം ഔദ്യോഗികമായി പുറത്തിറക്കി പ്രവർത്തനം ആരംഭിച്ചു. പുറത്തിറക്കിയ ആദ്യ ദിവസം തന്നെ 1 മില്യൺ ഉപഭോക്താക്കളെ നേടി. കൂടാതെ SL വിർച്വൽ റിയാലിറ്റി സിസ്റ്റമായ ഷെയ്ഷി അതേ ദിവസം തന്നെ പുറത്തിറങ്ങി. ആ ജീന എന്ന കുട്ടി ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ അവൾക്ക് നല്ല ധൈര്യമുണ്ട്. ഇല്ലെങ്കിൽ നമുക്കെതിരെ മത്സരിക്കാൻ നിൽക്കുമോ? പക്ഷേ സർ, അവൾക്ക് അതിന്റെ വില അറിയില്ല. SL ടെക് നമ്മളുമായി മത്സരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്താനു? ലൂക്ക, ഇവിടെ എന്നെ ഒഫീഷ്യൽ നെയിം വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ? മനസ്സിലായി മായ, ഇനി ശ്രദ്ധിച്ചോളാം. മിസ് മായ, ഈ പ്രോജക്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് മറന്നിട്ടില്ലല്ലോ അല്ലേ? ഞാൻ മറന്നിട്ടില്ല. പ്രോഡക്റ്റ് ലോഞ്ച് ആയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ജയിച്ചെന്ന് പറയാൻ കഴിയോ? SL ടെക്കിന്റെ പ്രോഡക്റ്റ് നമ്മളെ തോൽപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? അനു, വേഗം സമ്മതം പറ. മായ, ഒരു കാര്യമുണ്ട്. പറയൂ. SL ഗ്രൂപ്പിന്റെ സിസ്റ്റം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും നിലവാരം ഉള്ളതാണ്. മറ്റൊരു കാര്യം, അത് നമ്മുടേതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും മുന്നിലല്ല. ഓ, സമാധാനമായി. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ വിജയിക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? ഇതമ്മ സന്തോഷിക്കൂ, ഇത് വാങ്ങൂ. എനിക്ക് വേണ്ട. ഇനി അതർ അപ്ഡേറ്റ്സ്? SL ഗ്രൂപ്പ് ഈ ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെ ഇത്ര ഭംഗിയായി അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചു? എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ലൂക്കയാണ് അവിടുത്തെ സീനിയർ എഞ്ചിനീയർ. എന്ത്? ലൂക്കയോ? അവനൊരു ഉപകാരമില്ലാത്ത പാരസൈറ്റ് ആയിരുന്നില്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? ഹലോ ഡാഡി. കൺഗ്രാറ്റ്സ് മോളെ, എന്നെ കാണാൻ ഡാഡി ഓഫീസിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ വിജയം ഒരുമിച്ച് ആഘോഷിക്കാം. ശരി, അച്ഛനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെയർമാൻ വരുന്നുണ്ടോ? സ്വാനു, നമ്മുടെ പ്രോഡക്റ്റ് സക്സസ് അല്ലേ? ഇനി നമ്മുടെ കാര്യത്തെ പറ്റി അച്ഛനോട്. മിസ് മായ, ഒരു അത്യാവശ്യമുണ്ട്. എന്താ ഉണ്ടായത്? എന്താ സംഭവിക്കുന്നേ? ബോസ്, നമ്മുടെ സെർവർ വീണ്ടും ഇഷ്യൂ ആയിരിക്കുക. എൻ്റെ സിസ്റ്റത്തെ അത് ബാധിച്ചിരിക്കുക. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നാശം പിടിക്കാ. നീയൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നേ? എത്രയും പെട്ടെന്ന് ശരിയാക്ക. പക്ഷേ സെർവറിന്റെ ഫ്രെയിംവർക്ക് തകർന്നിരിക്കുന്നു. ഇത് ഞങ്ങൾ ചെയ്തതല്ല. നിങ്ങൾ ചെയ്തതല്ലെന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ഇത് എഞ്ചിനീയർ ലൂക്ക പോയപ്പോൾ ഉപേക്ഷിച്ചതാണ്. ഞങ്ങൾ അതിൽ യു ചീറ്റ്. നിന്നെ മായ, അത് പിന്നെ അപ്പൊ നീ മായ, ഞാനെല്ലാം പറയാം. എനിക്കൊരല്പം. എന്ത് വിശദീകരണം? ഇപ്പൊ മുഴുവൻ സിസ്റ്റം തകർന്നു. ഇതിനെ കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത്? ആ ഫ്രെയിംവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ റീബിൽഡ് ചെയ്തില്ല? മായ, ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി കമ്പനിയുടെ മെയിൻ സിസ്റ്റമാണ്. ഈ അവസ്ഥ യൂസേഴ്സിന് അപകടമാണ്. പറയാൻ കമ്പനി സിസ്റ്റം കൂടി തകർന്നത് എന്തുകൊണ്ടാണെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടാ. നന്ദി കേട്ടാനെ. എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. അവസാനത്തെ 2 ക്രാഷും ലൂക്കയുടെ പ്രോഗ്രാമിംഗ് കാരണമായിരുന്നു. അതുകൊണ്ട് എല്ലാ സിസ്റ്റവും ഹാങ് ആയി. എന്നിട്ട് ഞങ്ങളിത് മനസ്സിലാക്കാൻ സമയം ചോദിച്ചപ്പോ ഇയാള് ഞങ്ങളെ അനുവദിച്ചതുമില്ല. നീ എന്തായി കാണിച്ചു വെച്ചത്? മായ, നമ്മുടെ സിസ്റ്റം തകർന്നതിന് ശേഷം യൂസേഴ്സ് എല്ലാം SL ഗ്രൂപ്പിലേക്ക് മാറി. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണമെന്നോ? എനിക്കറിയാം എന്താ വേണ്ടത്. ഇതിങ്ങനെ തുടർന്നാൽ മായ, നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം. പറയൂ ഫാരിസ്. എന്താ മായ, നിങ്ങളുടെ MN ഗ്രൂപ്പിനെ വിശ്വസിച്ചാണ് ഞാൻ പ്രൊമോഷൻ അറിയിക്കുന്നത്. എന്നിട്ട് എന്തുണ്ടായി? എല്ലാം വെള്ളത്തിലായില്ലേ? നിങ്ങൾ സമാധാനപ്പെടൂ. മിണ്ടിപ്പോടുന്നു. എന്നെ വിശ്വസിച്ച് പണം മുടക്കിയവരോട് ഞാൻ ഇനി എന്ത് പറയണം? എന്നെ മണ്ടനാക്കിയതുപോലെ ബാക്കിയുള്ളവരെ കൂടെ കളിപ്പിക്കാന്നാണോ നീ വിചാരിക്കുന്നത്? എത്രയും പെട്ടെന്ന് നിന്റെ MN ഗ്രൂപ്പ് പൂട്ടാൻ തയ്യാറായിക്കോ. മായ, ഇതിൽ നിങ്ങൾക്ക് എന്ത് വിശദീകരണമാണ് തരാനുള്ളത്? എന്തൊരു മോശം സംവിധാനമാണിത്. നിങ്ങളുമായിട്ടുള്ള കരാർ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ക്രിസ്റ്റി, ഹലോ ക്രിസ്റ്റി. ഹലോ, മായാണ്. ഹലോ മായ, MN ഗ്രൂപ്പ് ഞങ്ങൾക്ക് എന്ന ഉറപ്പ് ഇപ്പൊ എന്തായി? എനിക്കൊന്ന് പറയാൻ അവസരം തരൂ. ഞങ്ങളുടെ പണം എവിടെ? ഇനി നമുക്ക് കോടതി കാണാം. ബാക്കിയെല്ലാം അതിനുശേഷം. എന്തുകൊണ്ടാ ഇതിങ്ങനെ ആവാൻ കാരണം? നീ ഒരൊറ്റ ഒരുത്തനോ? അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ എല്ലാം ചെയ്തത്. നിങ്ങൾ എല്ലാവരെയും പിരിച്ചു വിട്ടു. ടാർഗറ്റിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ലൂക്ക, ഇപ്പൊ എനിക്ക് നിന്റെ സ്വഭാവം മനസ്സിലായി. നീ എന്നോടുള്ള അടുപ്പം മുതലാക്കുകയായിരുന്നു. സത്യത്തിൽ ഞാനിവിടെ ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിച്ചിട്ടേ ഇല്ല. എടാ ചതിയാ, എന്നോട് ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എനിക്കറിയില്ലെന്നാണോ നീ കരുതുന്നത്? എനിക്കെല്ലാം മനസ്സിലായടാ. അപ്പൊ നിനക്ക് എല്ലാം അറിയാല്ലേ? ശരി, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാരെയും പറഞ്ഞു വിട്ടേക്ക്. ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബോസ്, ലൂക്ക പോയ ഞങ്ങളും പോ. അതെ,
ലൂക്കെ പറഞ്ഞു വിട്ടാ ഞങ്ങളും ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അതെ, ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാനേ ഈ ടീമിനെ മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇവരെല്ലാം എന്റെ ആൾക്കാരാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ ഫയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഉറപ്പ് തരാം, നാളെ മുതൽ നിന്റെ കമ്പനി ഇല്ല. നീ പുറത്താക്കി നോക്ക്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യും. എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ എങ്ങനെ MN ഗ്രൂപ്പിന്റെ നെടുന്തൂണായെന്ന്. നീ ഒരു പാരസൈറ്റ് ആണ്, ഒരു നികൃഷ്ടൻ. മായ, ഡാഡി, അഹങ്കാരം പിടിച്ചവളെ, നീ എന്തായി ചെയ്തേ? നീ MN ഗ്രൂപ്പിനെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞില്ലേ? എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോ? I'm sorry, Dad. നിന്റെ ക്ഷമാപണം കേൾക്കാനൊന്നും അല്ല ഞാൻ വന്നത്. ഈ പാരസൈറ്റ് എന്താ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? നീ ഇവനെ പിരിച്ചുവിട്ടു എന്നല്ലേ എന്നോട് പറഞ്ഞത്? ലൂക്ക എവിടെ? കമ്പനി ഇത്രയും പ്രശ്നത്തിലായിട്ടും ലൂക്ക എവിടെ പോയി? ലൂക്ക, അവനെ ഞാൻ പിരിച്ചുവിട്ടു. അപ്പോ നീ എന്റെ ലൂക്കയെ പറഞ്ഞു വിട്ടെന്നോ? ഡാഡി, അയ്യോ, എന്താ ഡാഡി? ഡാഡി, ലൂക്ക ഒരു പ്രതിഭയായിരുന്നു. എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ അവനെ ഇവിടെ എത്തിച്ചത്. ലൂക്കയായിരുന്നു ഈ സ്ഥാപനത്തിന്റെ നട്ടല്. നീ അത് നശിപ്പിച്ചു അല്ലേ? അവനിപ്പോ എവിടെയാ ഉള്ളത്? ഞാൻ അവന്റെ കാല് പിടിച്ചിട്ടായാലും അവനെവിടെ തിരിച്ചെത്തിക്കണം. ഞാൻ അവനെ കൊണ്ടുവന്നിരിക്കും. അവനിപ്പോ SL ടെക്കിലാണ് ഡാഡി. നീ എന്നെ ചതിച്ചല്ലോ മോളെ. ഈ MN ഗ്രൂപ്പിന്റെ അന്ത്യം നിന്റെ കൈകൊണ്ടായല്ലോ. ഡാഡി, എന്താ മായ, നമ്മൾ വീണ്ടും പ്രശ്നത്തിലാണ്. നമ്മുടെ മെയിൻ സെർവർ ക്രാഷായി. കംപ്ലൈന്റ്സും റിപ്പോർട്ട്സും കൂടി വരികയാണ്. എന്താ ഉണ്ടായേ? നമ്മുടെ സെർവറിന്റെ പ്രശ്നം കാരണം ഓട്ടോമോട്ടീവ് സിസ്റ്റംസ് എല്ലാം ക്രാഷായി. ഇതുവരെ 13 ആക്സിഡന്റ്സ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 6 മരണങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. മായ, നമ്മുടെ കമ്പനി ഇത്തവണ ഇതിനെ നിയമപരമായി നേരിടേണ്ടി വരും. ഇത് ഞാൻ ചെയ്തതല്ല. സത്യമായിട്ട് എന്റെ തെറ്റല്ല. ഇത് അവന്റെ ഐഡിയ. മൊത്തം പ്രോഗ്രാമും ആ ലൂക്കയുടേതായിരുന്നു. നീ കള്ളനാണ്. ആ സമയം ആയപ്പോഴേക്കും ലൂക്ക ഇവിടുന്ന് പോയിരുന്നു. നിങ്ങളുടെ ഓൺലൈൻ സുഹൃത്ത് കോക്കോ, അവൻ തന്നെയാ ലൂക്ക. അവന് മാത്രമേ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റൂ. അവന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. ഞാൻ അവന്റെ ഐഡിയ കട്ടെടുക്കുകയാണ് ചെയ്തേ. ബോസ്, അവന്റെ പുറകെ പോ. അവനാ കുറ്റക്കാരൻ. എന്താ നീ പറയുന്നത്? അവനായിരുന്നു കോക്കോ എന്നോ? സത്യമാണോ പറയുന്നത്? മിസ് മായ, ഞാൻ ഇനി നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് ഞാനല്ലേ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ ഓൾറെഡി രാജിവെച്ച് കഴിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോയാൽ മതി. എനി പ്രോബ്ലം? നിനക്കൊന്നും അറിയില്ല. നീ ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്കറിയില്ലെന്നോ? ഈ മെത്തേഡ് ആക്ച്വലി എന്റെ ആശയമായിരുന്നു. നീ പറയുന്നത്? MN ഗ്രൂപ്പിന് വേണ്ടി ഞാൻ ഡെവലപ്പ് ചെയ്ത ബേസ് പ്രോഗ്രാം ആയിരുന്നു അത്. ആ ബേസ് പ്രോഗ്രാം വെച്ചാണ് ഇവൻ നിങ്ങളെ പറ്റിക്കുന്നത്. അനാവശ്യം പറയരുത് ഇസ്മായ. SL ഗ്രൂപ്പ് നമ്മുടെ എതിരാളികളാണ്. ഇവർ പറയുന്ന ഒന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇത് നമ്മളെ തകർക്കാനുള്ള തന്ത്രം മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അപ്പൊ അദ്ദേഹമായിരുന്നു ശരി. അതിനർത്ഥം ഞാൻ പിരിച്ചു വിട്ടത് 3 വർഷമായി ഞാൻ സ്നേഹിച്ച ആളെയായിരുന്നു. ഇല്ല, അദ്ദേഹം എന്നെ മനസ്സിലാക്കും. ഉറപ്പായും മനസ്സിലാക്കും. എനിക്ക് അദ്ദേഹത്തെ ഇപ്പൊ കാണണം. മിസ്റ്റർ JD, സർ, അവനെ ശ്രദ്ധിച്ചോണം. MN ഗ്രൂപ്പ് തകർന്നാൽ അവനെയും തകർത്തേക്കണം. അവൻ ഇനി ഒരിക്കലും പുറം ലോകം കാണരുത്. ശരി സർ. ബോസ്, ബോസ്, എന്നോട് മാപ്പാക്കണം ബോസ്. എനിക്കൊരു അവസരം തരൂ. ലൂക്ക, ലൂക്ക. ഹലോ ക്രിസ്റ്റി, വളരെ നന്ദിയുണ്ട്. പ്രൊമോഷൻ ഫണ്ട് ഒരുപാട് ഉപകാരപ്പെട്ടു. നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്തു. സന്തോഷം, സന്തോഷം. മിസ് ജീന, നിങ്ങളുടെ ലാഭവിഹിതം ഏതാണ്ട്... ക്ഷമിക്കണം ക്രിസ്റ്റി, അന്നത്തെ ആ കരാറിൽ അത് വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. വിജയം ഞങ്ങളുടേതാണെങ്കിൽ നിങ്ങളുടെ ഫണ്ട് ഒരു സൗജന്യ സംഭാവനയായി കണക്കാക്കും. അതുകൊണ്ട് ഇത്തവണത്തെ ലാഭവിഹിതത്തിൽ നിങ്ങളുടെ ഓഹരിയില്ല. അയ്യോ, അത്രയുള്ളൂ. ബൈ ബൈ. ഇന്നെന്റെ ഹീറോയ്ക്ക് ട്രീറ്റ് ആണ്. വീട്ടിലെത്തട്ടെ. എനിക്ക് ഇനിയും കാത്തു നിൽക്കാൻ വയ്യ കേട്ടോ. അങ്ങനെയാണോ? ലൂക്ക, ലൂക്ക,
നിങ്ങൾ എന്റേത് മാത്രമാണ് കോക്കോ. നിങ്ങളാണോ ഓറഞ്ച് ഐസ്? അതെ, ഞാൻ തന്നെ. മായ നോക്ക്, നീ ഓൾറെഡി എന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിടയിൽ ഇനിയൊരു സംസാരത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ പേരിൽ അവനാണ് എന്നെ ചതിച്ചത്. എന്റെ ഫോൺ അവൻ ഹാക്ക് ചെയ്തിരുന്നു. ഞാൻ അതൊന്നും അറിയാതെ. എനിക്ക് ഇഷ്ടമാണ്. ഒരുപാട് കാലങ്ങളായി ഇഷ്ടമാണ്. മിസ് മായ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വേറൊരാളുടെ ബോയ്ഫ്രണ്ടിനെ തട്ടിയെടുക്കുന്നത് നല്ലതല്ല. ബോയ്ഫ്രണ്ടോ? എന്താ സംശയം? ലൂക്ക ഇപ്പൊ എന്റേത് മാത്രമാണ്. വളരെ കാലമായി ഞങ്ങൾ ഒരുമിച്ചാ താമസം. വിവാഹം ഉടനുണ്ടാവും. വിവാഹോ? കോക്കോ, ഒരിക്കലും ഇല്ല. അത് നടക്കാൻ പാടില്ല. ഞാനല്ലേ നിന്നെ. മായ, നിങ്ങളുടെ സെലക്ഷൻ വളരെ മോശമാണ്. നിങ്ങളുടെ നിധി നിങ്ങൾ നഷ്ടപ്പെടുത്തി. അത് മറ്റുള്ളവരെടുത്തതിൽ കുറ്റം പറയാനാവില്ല. ഇതെങ്ങനെ സംഭവിച്ചു? മോനെ ലൂക്ക, ഞാൻ നിന്നെ എപ്പോഴും പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പൊ MN ഗ്രൂപ്പ് വലിയൊരു പ്രതിസന്ധിയിലാണ്. എന്നെ ഓർത്ത് നീ ദയവായി തിരിച്ചു വരണം. എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ നിന്റെ കാല് പിടിക്കാം. ബോസ്, MN ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളുടെ മകളെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവരാവശ്യപ്പെട്ട നഷ്ടപരിഹാരമായി ഒരു ചില്ലിക്കാശ് പോലും ബാക്കിയില്ലാതെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയല്ലെന്ന് താങ്കൾക്ക് മകളോട് ചോദിക്കാം. ഇല്ല, അതങ്ങനെയല്ല ഡാഡി. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. എന്താ തെറ്റോ? നിങ്ങൾക്കത് വെറും ഒരു തെറ്റ് മാത്രമായിരിക്കാം. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഇത്രയും കാലത്ത് അധ്വാനമാണ്. ഇത്രയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഞാൻ വെറും മണ്ടനായിട്ടിരിക്കണോ? എന്നോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ നിനക്ക് നാണം തോന്നില്ലേ? മോനെ ലൂക്ക, സോറി ബോസ്. ബോസ്, എന്നോട് ക്ഷമിക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. പിന്നെ കാണാം. MN ഗ്രൂപ്പ് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ഡാഡി, ഡാഡി, അയ്യോ, എന്താ പറ്റിയേ? ഡാഡി, ഡാഡി, എനിക്ക് ഡാഡി, എന്താ പറ്റിയേ? ആരെങ്കിലും ഒന്ന് വരണേ, ഒന്ന് സഹായിക്കണേ. ഹെൽപ്പ് ഡാഡി. നിങ്ങൾ ശരിക്കും സഹായിക്കില്ലേ? നിങ്ങൾക്കറിയാലോ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. അവരിതൊക്കെ സ്വമേധയാ വരുത്തി വെച്ചതാണ്. ഇപ്പൊ ബിസിനസ് എല്ലാം പോയി. എനിക്കറിഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൊ ആഘോഷം തുടങ്ങാല്ലേ? തീർച്ചയായും. പക്ഷെ വിജയത്തിന് മുമ്പ് ആഹ്ലാദിക്കുന്നത് എനിക്കിഷ്ടമല്ല. നമ്മുടെ വിജയത്തിനായി. നമ്മുടെ വിജയത്തിനായി. ഇതുപോലുള്ള കൂടുതൽ ഷോകൾ കാണുന്നതിന് ഡാഷ് റീൽസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക.